നമസ്കാരം, സൈക്കോപാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അർഡിനോയിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മൊബൈൽ ഫോണിൽ ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു LED ജസ്റ്റ് അർഡിനോയിൽ ഓൺ ആകുക, അതുപോലെ ഒന്നുകൂടി പ്രസ് ചെയ്യുമ്പോൾ ഓഫ് ആകും. അപ്പോൾ നമ്മൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ബ്ലൂടൂത്ത് മൊഡ്യൂൾ യൂസ് ചെയ്താണ് ഈ ഒരു സംഗതി ചെയ്യുവാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രോഗ്രാമിംഗ് സെക്ഷനിലേക്ക് കടക്കാം. അത് കഴിഞ്ഞ് ഇതിൻ്റെ കണക്ഷനും അതിനുശേഷം ഇതിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്നും കാര്യങ്ങളും ഒക്കെ നോക്കാം. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നതെന്ന് എനിക്കറിയാം. ഞാൻ കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. നമുക്ക് ആദ്യം ഏതായാലും പ്രോഗ്രാം എഴുതാം. നമുക്ക് ഒരു പിൻ വേണം, ഈ LED കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് LED എന്ന് ഡിഫൈൻ ചെയ്യാം. ഞാൻ ജസ്റ്റ് 13ാമത്തെ പിന്നാണ് LED കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ LED എന്ന് പറഞ്ഞ പിന്ന് നമുക്ക് ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ പിൻ മോഡ് യൂസ് ചെയ്യുന്നു. LED ഔട്ട്പുട്ട്. അപ്പം ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്തു. അപ്പം ഇനിയും അടുത്തതായിട്ട് നമുക്ക് വേണ്ടത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ വയർലെസ് ആയിട്ടാണ്. നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഈ വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിനായിട്ട് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യണം. അതിൻ്റെ ഒരു റേറ്റ് കൊടുക്കണം. അപ്പോൾ സീരിയൽ ഡോട്ട് ബിഗൈൻ, അതിൻ്റെ റേറ്റ് നമ്മൾ കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഒരു റേറ്റ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഏതൊരു റേറ്റ് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, നമുക്ക് തൽക്കാലം ഈ ഒരു റേറ്റ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഒരു സീരിയൽ ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് റീഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് അവൈലബിൾ ആണോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. ഇഫ് സീരിയൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ, അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഫ് കണ്ടീഷൻ്റെ അകത്ത് വന്ന്, അതായത് എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഒരു ഇഫിൻ്റെ ഉള്ളിലേക്ക് വരിക. അപ്പോൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡുകളിൽ ഇതൊക്കെ എന്താണെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പം ആ ഒരു വീഡിയോകളൊക്കെ കണ്ടിരിക്കണം. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ മുകളിലുള്ള ഐക്കാർഡിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താണ് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് റീഡ് ചെയ്യുകയാണ് വേണ്ടത്. റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും റീഡ് ചെയ്ത ഡാറ്റ സ്റ്റോർ ചെയ്യാനൊരു വേരിയബിൾ വേണം. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു വേരിയബിൾ ഉണ്ടാക്കാം. ഞാൻ ക്യാർ ഡാറ്റ എന്ന് പറഞ്ഞൊരു വേരിയബിളാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ഡാറ്റ ഈക്വൽ ടു സീരിയൽ ഡോട്ട് റീഡ്. അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ വഴി ഞാൻ ഡാറ്റ റീഡ് ചെയ്തു. ഇനിയിപ്പം നമുക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യേണ്ടത്. അത് നമുക്ക് എന്ത് വന്നാലും നമുക്കൊരു ചേഞ്ച് ഉണ്ടായി കഴിയുമ്പോൾ മാത്രം അത് പ്രോഗ്രാമിനെ എഫക്റ്റ് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ നമ്മളത് ഈ ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിൽ കൊടുക്കുക. അല്ലാത്ത രീതിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ലോജിക്ക് അനുസരിച്ച് ഐഫിൻ്റെ പുറത്ത് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലോജിക്ക് അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇഫ് ഡാറ്റ ഈക്വൽ ടു ഞാൻ O ആണ് കൊടുക്കുന്നത്. O ആണെന്നുണ്ടെങ്കിൽ 0 അല്ല, O ആണ്. O ആണെന്നുണ്ടെങ്കിൽ എനിക്ക് സംഭവിക്കേണ്ടത് എൻ്റെ LED ഓൺ ആവണം എന്നുള്ളതാണ്. ഓക്കെ, എൻ്റെ LED ഓൺ ആകണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ റൈറ്റ് LED ഹൈ. എൻ്റെ LED ഹൈ ആയിരിക്കും. ഇനി അല്ലെങ്കിൽ എൽസ് ഇഫ് അടുത്ത ഡാറ്റയായിട്ട് ഞാൻ കൊടുക്കുന്നത് ഡാറ്റ ഈക്വൽ ടു ഓഫ്. ഓക്കെ, ഓൺ ഓഫ്. ഞാൻ എന്നാൽ സ്മോൾ ലെറ്റർ O ആണ് കൊടുക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ Oയും സ്മോൾ ലെറ്റർ Oയും. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് O വേണമെന്നില്ല, A കൊടുക്കാം. Aയും സ്മോൾ Aയും കൊടുക്കാം. അപ്പം Aയും സ്മോൾ Aയും കൊടുത്തു. ഇപ്പോൾ ക്യാപിറ്റൽ A വന്നാൽ ഓൺ ആവും, സ്മോൾ A വന്നാൽ ഓഫ് ആവും എന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിജിറ്റൽ റൈറ്റ് LED ലോ. ഓക്കെ, LED ലോ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു 2 വേരിയബിൾ വെച്ച് മാത്രമാണ് നിങ്ങളെ ആദ്യം കാണിച്ചു തരുന്നത്. ഞാനിവിടെ ഒന്ന് ലോ കൊടുക്കുന്നു. ഓക്കെ, പ്രോഗ്രാമിംഗ് സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്കിത് നമ്മുടെ അർഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്യാം.
ഓക്കെ, ഇവിടെ എന്തൊക്കെയോ പ്രശ്നം. ഓക്കെ, വേറെ ഒന്നുമല്ല, ഞാൻ പോർട്ട് സെലക്ട് ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പം ഞാൻ പോർട്ട് സെലക്ട് ചെയ്തു, ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അപ്പം നമുക്കിനി ഇതിൻ്റെ സർക്യൂട്ടിലേക്ക് നോക്കാം. അപ്പോൾ സർക്യൂട്ട് എന്ന് പറയാൻ നേരത്ത് നമുക്ക് ആദ്യം ഒരു 5 വോൾട്ട് ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ഈ റോ ഫുള്ള് 5 വോൾട്ട് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഗ്രൗണ്ടും എടുത്ത് വെക്കാം. ഓക്കെ, 5 വോൾട്ടും ഗ്രൗണ്ടും ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു റോയും കോളവും ഒക്കെ 5 വോൾട്ടും ഗ്രൗണ്ടും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഈ മോഡ്യൂളിൻ്റെ കോൺഫിഗറേഷൻ നോക്കാം. ഈ മോഡ്യൂളിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിതിൽ 4 പിന്ന് മതി. RX, TX, ഗ്രൗണ്ട്, VCC. RX, TX, GND, VCC. അപ്പോൾ ഇതിൽ VCC 5 വോൾട്ടിലേക്കും GND എന്ന് പറയുന്ന പിന്നെ ഗ്രൗണ്ടിലേക്കും പോകണം. ഇത് ഈ മോഡ്യൂൾ വർക്ക് ചെയ്യാൻ ആവശ്യമായ വോൾട്ടേജ് ആണ്. അതേപോലെ RX ഉം TX ഉം സിഗ്നൽ ആണ്. ഈ സിഗ്നൽ പിന്നിനെ പറ്റി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. RX TX-ലേക്കും TX RX-ലേക്കായിരിക്കും കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ്. അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അതുപോലെ ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യാൻ പോവാണ്. ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിവിടെ ഒരു മോഡ്യൂൾ ജസ്റ്റ് മിന്നി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇതാണ് കണക്ഷൻ. മോഡ്യൂൾ ഓൺ ആയെന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. നമുക്ക് RX നേരെ TX-ലേക്കും TX നേരെ RX-ലേക്കും കൊടുക്കാം. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് TX ആണ്. TX നേരെ കണക്ട് ചെയ്യുന്നത് RX-ലേക്കാണ്. അതുപോലെ ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് RX ആണ്. RX നേരെ TX-ലേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ LED-യുടെ പിന്നും കൂടെ കൊടുത്താൽ മതി. അപ്പോൾ LED നമ്മൾ ഗ്രൗണ്ട് ഡയറക്റ്റ് എടുക്കുവാണ്. ഞാൻ ഡയറക്റ്റ് എടുക്കുന്നു. എന്നിട്ട് 13ാമത്തെ പിന്നിലേക്ക് ഞാൻ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം 13ാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് വയറൊക്കെ ചെക്ക് ചെയ്യും. ജമ്പറിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല. 13ാമത്തെ പിന്നിലേക്ക് ഞാൻ കണക്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സർക്യൂട്ടിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇതിന് ഒരു ആപ്ലിക്കേഷൻ വേണം. അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിനു മുമ്പ് ആദ്യം നമുക്കിതൊന്ന് പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലൂടൂത്തിൻ്റെ അവിടെ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പം നമ്മൾ റിഫ്രഷ് ചെയ്തിരിക്കുകയാണ്. അഡീഷണൽ സെറ്റിങ്സ് ഒക്കെ പോയിട്ട് നമ്മൾ ഇതൊക്കെ ഓണാക്കി ഇടുക. ഓക്കെ, അവിടെ HC-05 എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. ജസ്റ്റ് ഞാൻ ഞെക്കുന്നു. ഇതിൽ പിന്നാണ് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ പൊതുവെയുള്ള പിന്നെന്ന് പറഞ്ഞാൽ 1 2 3 4 ആണ്, അല്ലെങ്കിൽ 0000 ആയിരിക്കും. അപ്പോൾ 1 2 3 4 ഞാൻ കൊടുക്കുന്നു. ഓക്കെ, അത് പെയർ ആയിട്ടുണ്ട്. പെയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ HC-05 എന്ന് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു ആപ്പ് എടുക്കാം. ആ പെയർ ആയെന്ന് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡ്യൂൾ നോക്കിയാൽ മതി. അതിൻ്റെ ബ്ലിങ്കിങ് വളരെ പയ്യെ ആയിരിക്കും. ഉണ്ടോ, നേരത്തെ പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്യുന്നതായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ആപ്പിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് ഇലക്ട്രോണിക്സ് എന്നാണ്. ഞാനിവിടെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം വരുന്ന ആപ്പ് അതാണ്. അപ്പോൾ ആപ്പ് നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്ക് ഇവിടെ കുറേ മെനൂസ് കാണുന്നുണ്ട്, കുറേ സെറ്റിങ്സ് ഉണ്ട്. അതേപോലെ കണക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മളിതിൽ ചെയ്യേണ്ട ആദ്യം ഒരു ബ്ലാങ്ക് സ്പേസ് സെലക്ട് ചെയ്യുക, എഡിറ്റ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ്, ബട്ടൺ, സ്വിച്ച്, സ്ലൈഡേഴ്സ്, അതായത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം നമുക്ക് വേണ്ട എങ്ങനെയാണെന്നുള്ളത്. നമുക്കിവിടെ ജസ്റ്റ് ഒരു സ്വിച്ച് മതി, ഓൺ ഓഫ് സ്വിച്ച് മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ഒരു സ്വിച്ച് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ളൊരു സ്വിച്ച് വെക്കാം. എന്നിട്ട് ആ സ്വിച്ചിൽ ഞാൻ പ്രസ് ചെയ്തിട്ട് ഈ റൈറ്റിൽ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഞാൻ ആ ഒരു ഓപ്ഷൻ്റെ അവിടെ ഞെക്കുന്നു. ഇപ്പോൾ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഞെക്കുമ്പോൾ അവിടെ ഓൺ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അത് നമ്മൾ ക്യാപിറ്റലേ കൊടുക്കണം, കാരണം നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ക്യാപിറ്റലേ കൊടുത്തത്. ഓഫ് ടെക്സ്റ്റ് ആണ് പിന്നെ വരുന്നത്, അത് നമ്മൾ സ്മോൾ ലെറ്ററേ കൊടുക്കണം. നെക്സ്റ്റ് കൊടുത്ത് ഡണ്ണ് കൊടുക്കണം. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ടേൺ ഓൺ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലെയും ടേൺ ഓഫ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്ററേയും. ഇനി ഇത് റിപ്പീറ്റ് സ്റ്റാൻഡ് വിത്ത് സ്വിച്ച് ഓൺ, അതായത് ഈ സംഗതി സ്വിച്ച് ഓൺ ആയിരിക്കുന്നു, സ്വിച്ച് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇത് എവരി 100 മില്ലി സെക്കൻഡിൽ ഈ ഡാറ്റ സെൻഡ് ചെയ്യണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളത് കൊടുത്തിട്ടില്ല. അപ്പം
അതേപോലെ സാധാരണ നോർമലി സ്വിച്ചിൻ്റെ സ്റ്റേറ്റ് ഏതാണെന്നൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്ന സിമ്പിൾ കാര്യങ്ങളാണ്. പിന്നെ ഇത് മാത്രം നമുക്ക് തൽക്കാലം മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റൊക്കെ നമുക്ക് വേണേൽ ആഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നമ്മൾ ബാക്ക് കൊടുക്കുക. ബാക്ക് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബട്ടൺ അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയും ജസ്റ്റ് കണക്റ്റ് നിൽക്കുക, അവിടെ ക്ലാസിക് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, അവിടെ HC-05 ഉണ്ടാവും, അവിടെ നമ്മൾ കണക്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിവൈസ് കണക്റ്റ് ആയിട്ടുണ്ട്, പൊക്കത്ത് കാണാൻ പറ്റും HC-05 എന്ന് പറഞ്ഞ് ഡൺ കൊടുക്കുക, റൺ കൊടുക്കുക. ഇനി ആപ്പ് ഒന്ന് ജസ്റ്റ് ഓണാക്കി നോക്കാം. ഓക്കെ, ഇവിടെ വർക്ക് ചെയ്യണില്ല. നമുക്ക് എന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഒന്ന് നമ്മൾ എടുക്കുന്നു. ഓക്കെ, നമ്മൾ ജസ്റ്റ് നമ്മുടെ പ്രോഗ്രാം എടുത്തു. അപ്പോൾ പ്രോഗ്രാം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഡാറ്റ ഡബിൾ കോഡ്സ് ചെയ്യാമെന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഈ ഡബിൾ കോഡ്സ് ചെയ്യുന്നുള്ളത് അവിടെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്നത് ഒരു ക്യാരക്ടറാണ്. ക്യാരക്ടർ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് സിംഗിൾ കോഡ്സിലാണ്. ഞാൻ ജസ്റ്റ് എഴുതിയപ്പോൾ എനിക്ക് ചെറിയൊരു എറർ പറ്റിയതാണ്. പിന്നെ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും RX and DX റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇത് വർക്കായില്ലെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പ്രോഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പിന്നിൻ്റെയോ അല്ലെങ്കിൽ എന്താ പറയുക, മിക്കവാറും ജമ്പറിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പ്രസ് ചെയ്യുന്നു, ഓൺ ആയിട്ടുണ്ട്. ഒന്നുകൂടി പ്രസ് ചെയ്യുന്നു, ഓഫ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടി കാണിക്കാം. ഈ ഒരു ക്യാമറയിൽ ഞാനിവിടെ ജസ്റ്റ് പ്രസ് ചെയ്യുന്നു, ഓണാവും, ഓഫാവും, ഓണാവും. ഓക്കെ, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് അർഡിനോയിൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ നടത്താമെന്ന് മനസ്സിലായാൻ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെ കൊണ്ട് തന്നെ ഇതുപോലെ പ്രോജക്റ്റുകളും പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ പറ്റും. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇതൊക്കെ കണ്ട് നോക്കി കഴിഞ്ഞാൽ മതി. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നി നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ നല്ലൊരു എപ്പിസോഡുമായി ഇനിയും നമുക്ക് കണ്ടുപിട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.